ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാംകുടി ഡിവിഷനിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിന് വിജയം. കേരള കോൺഗ്രസിലെ ഡോളി സുനിലാണ് വിജയിച്ചത്. 739 വോട്ടുകൾക്കാണ് ഭൂരിപക്ഷം. ഇതോടെ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എൽ.ഡി.എഫിന് നഷ്ടമാകും. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രസിഡന്റ് രാജീവ് ചന്ദ്രനെ കോടതി അയോഗ്യയാക്കിയിരുന്നു. ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് വിജയിച്ച അംഗം വിദേശത്തേക്ക് പോയതിനെ തുടർന്നാണ് തോപ്രാംകുടി ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്തിയത്. വാത്തുകുടി പഞ്ചായത്തിലെ കനകക്കുന്ന്, പെരുന്തൊട്ടി, വാത്തുകുടി, തോപ്രാംകുടി, രാജമുടി, ഉപ്പുതോട തുടങ്ങിയ 6 വാർഡുകൾ ചേരുന്നതാണ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് തോപ്രാംകുടി ഡിവിഷൻ. ഇവിടെ 7879 വോട്ടർമാരാണ് ആകെ ഉള്ളത്. ഇതിൽ 3726 പേർ മാത്രമാണ് വോട്ടവകാശം വിനിയോഗിച്ചത്. 739 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു.ഡി.എഫിലെ ഡോളി സുനിൽ വിജയിച്ചത്. എൻ്റെ എല്ലാ വാർഡിലെയും വോട്ട് ചെയ്തതിന് എൻ്റെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് 1000 നന്ദി. എൻ്റെ വിജയത്തിന് എന്നോടൊപ്പം നിന്ന എൻ്റെ ഐക്യ ജനാധിപത്യങ്ങളുടെ എല്ലാ സഹപ്രവർത്തകരും അഹോരാത്രം പണിയെടുത്താണ് അവർ എന്നോടൊപ്പം ഉണ്ടായത്. കോരിച്ചൊരിയുന്ന മഴയൊന്നും വകവെക്കാതെ എന്നോടൊപ്പം ഓരോരുത്തരുടെ വ്യക്തിപരമായ പേരുകൾ എടുത്തു പറയാനില്ല. എല്ലാ ഐക്യ ജനാധിപത്യ നേതാക്കൾക്കും പ്രവർത്തകർക്കും 1000 നന്ദി. എൽ.ഡി.എഫിലെ അനീക്ക ഡാലിയയാണ് പരാജയപ്പെടുത്തിയത്. നോമിനേഷൻ തള്ളിയതോടുകൂടി NDAക്ക് സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നതോടെ എൽ.ഡി.എഫും യു.ഡി.എഫും ഇവിടെ നേർക്കുനേരാണ് മത്സരിച്ചത്. ഇതോടുകൂടി എൽ.ഡി.എഫിന് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണവും നഷ്ടമാകും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച രാജീവ് ചന്ദ്രൻ കൂറുമാറി എൽ.ഡി.എഫിൽ ചേർന്നതോടുകൂടിയാണ് യു.ഡി.എഫിന് ഇവിടെ ഭരണം നഷ്ടമായത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി രാജീവ് ചന്ദ്രനെ അയോഗ്യയാക്കി ഉത്തരവിട്ടതോടുകൂടി രാജീവ് ചന്ദ്രൻ അയോഗ്യയായും മാറി. ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിലും യു.ഡി.എഫ് വിജയിച്ചത്. നിലവിൽ യു.ഡി.എഫിന് 7ഉം രാജീവ് ചന്ദ്രൻ അയോഗ്യയായതിനാൽ എൽ.ഡി.എഫിന് 5 സീറ്റുകളാണ് ഉള്ളത്. യു.ഡി.എഫിലെ ഒരംഗം വിദേശയാത്രയിലാണ്. എന്നാൽ അവിശ്വാസ പ്രമേയത്തോടനുബന്ധിച്ച് അംഗത്തെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമത്തിലാണ് യു.ഡി.എഫ്. സമീപകാലത്ത് പീഡന പരാതിയിൽ ആരോപണ വിധേയനായ ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് സബീർ PM-നെ പിന്തുണച്ച് മാധ്യമ പ്രതികരണം നടത്തിയതോടുകൂടി ഏറെ പഴികൾ കേൾക്കേണ്ടി വന്ന പ്രസിഡന്റായിരുന്നു രാജീവ് ചന്ദ്രൻ. ഇവരെ അയോഗ്യയാക്കിയ കോടതി ഉത്തരവ് യു.ഡി.എഫ് കേന്ദ്രങ്ങളിലും പൊതുസമൂഹത്തിലും ഏറെ സ്വീകാര്യതയാണ് നേടിയത്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.